നമ്മൾ എട്ടാമത്തെ പേജ് വരെ എത്തി അല്ലേ? യഥാ, പക്ഷെ അത് ടീക്കാണ് ഇത് പോകുന്നത് നമ്മള്. സർവാത്മക ആ ഈശ്വരോ അസ്മീതി ജ്ഞാതവ്യം. സർവാത്മക ഈശ്വരോ അസ്മീതി ജ്ഞാതവ്യം. ഏഷ തത്വോപദേശ ചാന്തോഗ്യേ തത്വമസീതി വദിത്യർത്ഥ. ഇതിലായിരുന്നു നമ്മൾ ടിപ്പണി കുറച്ചെടുത്തത് അല്ലേ? ആ ടിപ്പണിയുടെ എന്തൊക്കെയാ പറഞ്ഞത്? ടിപ്പണിയില് ശാലഗ്രാമ, നമ്മള് സാളഗ്രാമം എന്നാ പറയാ. സാ അല്ല കേട്ടോ, ഷാ എന്നാണ്. ശാലഗ്രാമം. ശാലഗ്രാമശില വിഷ്ണു അല്ലേ? ഈ പൂർവപക്ഷിയുടെ അഭിപ്രായത്തിൽ ശാലഗ്രാമശില വിഷ്ണു ആണോ? അല്ല സ്വാമിജി. സിദ്ധാന്തിയുടെ അഭിപ്രായത്തിൽ ശാലഗ്രാമശില വിഷ്ണു ആണോ? അതുമല്ല. അല്ല. പിന്നെ എന്തിനാണ് ശാലഗ്രാമശില എടുക്കുന്നത്? പ്രതീകമായിട്ട്. പ്രതീകമായിട്ട്. പ്രതീകോപാസനയുടെ ഗുണം എന്താ? ആ, അത്രേ ഉള്ളൂ. അതായത് വളരെ സ്ഥൂലമായിരിക്കുന്ന ഉപാസനയാണ് പ്രതീകത്തെ ആശ്രയിച്ചിട്ട് വസ്തുവിനെ. ഇവിടെ വസ്തു ആരാ? പരമാത്മ. ആ, ശാലഗ്രാമത്തില് വിഷ്ണു ബുദ്ധി നടത്തുകയാണ്. അപ്പം ഈശ്വര ഉപാസനയ്ക്ക് വേണ്ടിയാണ് ഈ ബിംബത്തെ കൊണ്ടുവച്ചത്. ഇതാണ് പൂർവപക്ഷിയാണ് അവതരിപ്പിക്കുന്നത് മനസ്സിലാക്കണം. അല്ലാതെ ഇവിടെ ഒരു ശിലയെ ആരും വിഷ്ണുവായിട്ട് കണക്കാക്കുന്നില്ല. വിഷ്ണു എന്നുള്ളത് വ്യവേഷ്ടി ചരാചരമിതി വിഷ്ണു എന്ന് പറഞ്ഞാൽ സകല വസ്തുവിലും അനുസ്യൂതനായിട്ട് വ്യാപകനായിട്ടിരിക്കുന്ന ചേതനാണ്. ഇനി ഏതായാലും ഭാഷ്യത്തിന്റെ ടീക്ക തന്നെ നോക്കിയോ. സർവാത്മക ഈശ്വരോ അസ്മീതി ജ്ഞാതവ്യം. സർവാത്മകനായിരിക്കുന്ന കേവല ചിത് സ്വരൂപനാകുന്നു ഞാൻ എന്ന് അറിയണം. കാരണം എന്താ? ഇവിടെ ഇപ്പോൾ ജീവനാണെന്നുള്ള ഭാവമുള്ളത്. ജീവഭാവം എന്നുള്ള ഉദ്ദേശം മനസ്സിലായോ? ഞാൻ ജീവനാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. അയ്യോ, എനിക്കങ്ങനെ അഭിമാനമില്ലല്ലോ ഞാൻ ജീവൻ എന്നുള്ളത്. ഓ, അങ്ങനെയല്ല. ഞാൻ എന്നുള്ള അഭിമാനം ഈ ശരീരത്തിലല്ലേ നടത്തുന്നത്? ഞാൻ സർവ്വവ്യാപകനായിരിക്കുന്ന പരമാത്മാവെന്ന് ഇപ്പൊ പറയുന്നുണ്ടോ? ഇല്ല. പിന്നെയോ, ഞാൻ ഈ ശരീര പരിച്ഛിന്നനായിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ജീവഭാവം എന്ന് ഉദ്ദേശിച്ചത്. ഈ സ്ഥലത്താണ് ഉപദേശം കൊടുക്കുന്നത് ഈശ്വരോസ്മീതി ജ്ഞാതവ്യം എന്ന്. ഞാൻ കേവല പരമാത്മാവാണെന്ന് അറിയണം. ഏതുപോലെ? തത്വോപദേശ ഏഷ തത്വോപദേശ ചാന്തോക്യ ദത്തമസി ഇത്യാദി. ചാന്തോക്യോപനിഷത്താണ്. ചാന്തോക്യോപനിഷത്തിലെ തത്വമസി ഉപദേശം പോലെ മനസ്സിലാക്കിക്കൊള്ളണം. തത്വമസി, തത്വം എന്നുള്ളതിന്റെ വാച്യാർത്ഥമാണ് ഈശ്വരൻ. അതിന്റെ ലക്ഷ്യാർത്ഥമാണ് ശുദ്ധബ്രഹ്മ. ത്വം പദത്തിന്റെ വാച്യാർത്ഥമാണ് ജീവൻ. അതിന്റെ ലക്ഷ്യം ആരായിരിക്കും? കൂട്ടസ്ഥൻ. കൂട്ടസ്ഥൻ. കൂട്ടവത്. കൂടെന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ ഇരുമ്പ് പഴുപ്പിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത്, അത് കത്തിയാണെങ്കിലും എന്താണെങ്കിലും, ഇരുമ്പിനെ പഴുപ്പിച്ചിട്ട് അടിക്കുന്ന സമയത്ത് ആ ഭൂമിയിൽ വലിയൊരു ഇരുമ്പ് കുറ്റി കുഴിച്ചിട്ടിട്ടുണ്ട്. അതിന്റെ പൊക്കത്ത് വെച്ചിട്ടാണ് അടിക്കുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ ആലയിൽ പോയി നോക്കണേ. ഭൂലോകത്ത് വീട്ടിൽ മാത്രം ഇരുന്നാൽ പോരെ, അങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങി നടക്കും. അപ്പം ലോകവിവരം ഉണ്ടാവും. അല്ലാതെ കൂടെന്ന് പറഞ്ഞാൽ എന്താ അറിയത്തില്ല. കൂടസ്ഥനെ അറിയാന്ന് പറഞ്ഞാല് കൂടം, കൂടവത് നിർവികാരേണ തിഷ്ടതീതി കൂട്ടസ്ഥഹാന. കൂടം പോലെ, അതായത് അടിച്ചാലേ ആ പഴുപ്പിച്ച ഇരുമ്പ് ഷേപ്പ് മാറ്റപ്പെടുമെന്നല്ലാതെ അതിന്റെ താഴെ ഇരിക്കുന്ന ഇരുമ്പിന്റെ വലിയ കുറ്റി ഉണ്ടല്ലോ, ഭൂമിയിലേക്ക് അടിച്ചു കയറ്റിയിരിക്കുന്നേ, അതിനൊന്നും സംഭവിക്കുന്നില്ല. അതിലല്ല. അതിന്റെ ആയുധം ഉണ്ടാക്കുന്നത് പഴുപ്പിച്ച ഇരുമ്പിലാണ്. അപ്പം പഴുപ്പിച്ച ഇരുമ്പിനെ എവിടെ വെച്ചിട്ട് അടിച്ച് പരത്തി നീട്ടിയെടുത്ത് അതിനെ ഏത് രീതിയിലേക്ക് പരിവർത്തനം ചെയ്യുന്നുവോ ആ രീതിയിൽ ചെയ്യുന്നത്. അവിടെ ഒരു, എവിടെ വെച്ചാണോ ഇതിനെ അടിച്ച് ശരിയാക്കുന്നത് അതിനെയാണ് നമ്മൾ കൂടെന്ന് പറയുന്നത്. കൂടമേ പറയത്തുള്ളൂ അതിനെ. കൂടം വസ്തു എന്നുള്ളത് രണ്ട് വിധത്തിൽ കൂടശബ്ദമുണ്ട്. നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ അന്വയിക്കേണ്ടത്. ഗീതയില് കൂടത്തിന് വേറെ അർത്ഥം ചെയ്ത് കളയുന്നുണ്ട്. ठीक है, അവിദ്യയെ കൂടം എന്ന് പറഞ്ഞു കളയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂടം എന്നുള്ളത് നിർവികാരത്തിൽ ഇരിക്കുന്ന ആ ആലയില്
ഭൂമിയിലേക്ക് അടിച്ചു താത്തിയ ഇരുമ്പ് കുറ്റിയാണ് കൂടം. അതുപോലെ നിർവികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചേതനനെ കൂട്ടസ്ഥൻ എന്ന് പറയുന്നത്. കൂടവത് എന്ന് പറ കൂടം പോലെ. കൂടം എന്താ ചെയ്യുന്നത്? നിർവികാരേണ തിഷ്ടതി. തിഷ്ടതീതി സ്ഥഹ. കൂടവത് തിഷ്ടതീതി കൂട്ടസ്ഥഹ. കൂടത്തിന് എന്താ ഗുണം? നിർവികാരമുണ്ട്. നിർവികാരാവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചേതനനെ കൂട്ടസ്ഥൻ എന്ന് പറയുന്നത്. ബ്രഹ്മചേതനയാണോ ജീവചൈതന്യത്തെയാണോ കൂട്ടസ്ഥൻ എന്ന് പറയാൻ പറ്റുക? രണ്ട് എവിടെ പിടിച്ചാലും എങ്ങനെയാണെങ്കിലും കൂട്ടസ്ഥൻ എന്ന് ഉദ്ദേശിച്ചത് നിർവികാര ചൈതന്യം എന്നാ. അത് ഈശ്വരന്റെ ബിംബഭാവമാണെങ്കിലും ജീവന്റെ ബിംബഭാവമാണെങ്കിലും കൂട്ടസ്ഥൻ തന്നെയാണ്. പക്ഷെ നമ്മൾ പ്രക്രിയയിൽ കൂട്ടസ്ഥ ശബ്ദം ത്വംപദാർത്ഥത്തിന്റെ ലക്ഷ്യാർത്ഥത്തെ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ത്വം എന്ന് പറയുന്ന അർത്ഥം നീ. നീ എന്ന് പറഞ്ഞാൽ ജീവൻ. അച്ഛൻ മകൻ ഉപദേശം കൊടുക്കുന്ന സ്ഥലമാണത്. ശ്വേതകേതുർവ ആരുണി. അരുണിന്റെ പുത്രൻ ആരുണി. ആരുണേയനാവും അപ്പൊ ശ്വേതകേതു അല്ലേ? ആരുണേയ. അപ്പോൾ ശ്വേതകേതുവിന് ഉപദേശം കൊടുക്കുന്ന സ്ഥലത്ത് പറയുന്നതാണ് ത്വം തദസി. അതായത് ത്വം പദത്തിന്റെ വാച്യാർത്ഥത്തെ ഒഴിവാക്കും. വാച്യാർത്ഥം ജീവനാണ്. അതിന്റെ ലക്ഷ്യമാണ് കൂട്ടസ്ഥൻ. ത്വം കിമസി തദസി. തത്പദം കൊണ്ട് എതിരെടുക്കും, അവിടെ ലക്ഷ്യത്തെ എടുക്കും. കാരണം ഈ ജീവനെ നമ്മൾക്ക് ഈശ്വരനുമായിട്ട് ഏകത്വം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെയോ അതിന്റെ ലക്ഷ്യാർത്ഥമായിട്ട് ഏകത്വം ചെയ്യാൻ പറ്റും. ഈ രണ്ട് ലക്ഷ്യങ്ങൾ ഏതൊക്കെ? ജീവന്റെ ലക്ഷ്യമായിരിക്കുന്ന കൂട്ടസ്ഥനും ഈശ്വരന്റെ ലക്ഷ്യമായിരിക്കുന്ന ശുദ്ധ ചൈതന്യവും ബ്രഹ്മവും. ഇവ എത്ര വസ്തുക്കളുണ്ട്? ഒരു വസ്തു. ഒരു വസ്തുവേ ഉള്ളൂ. അല്ലാതെ രണ്ട് വസ്തുവിനെ കാണിച്ചിട്ട് ഒന്നൊക്കെ നല്ലത്. ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ. പക്ഷെ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? തത്പദത്തിന്റെ അർത്ഥമായിരിക്കുന്ന മായാരഹിതനായിരിക്കുന്ന ബ്രഹ്മ എന്നും ത്വംപദത്തിന്റെ അർത്ഥമായിരിക്കുന്ന അർത്ഥം ഉദ്ദേശിച്ച ലക്ഷ്യാർത്ഥമാണ് കൂട്ടസ്ഥനും. ഇവ രണ്ടും തമ്മിൽ ഏകമാണ്. രണ്ടും തമ്മിൽ എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. രണ്ടവിടെ ഇല്ല. പക്ഷെ പറയുന്ന സമയത്ത് മനസ്സിലാക്കിപ്പിക്കാൻ നമ്മൾ രണ്ടെണ്ണത്തിന് എടുത്ത് കാണിച്ചിട്ട് വേണം രണ്ടും തമ്മിൽ ഏകമാണെന്നുള്ളത്. ഓക്കെ, അതൊരു പ്രക്രിയയിൽ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. വസ്തുവില് ഭേദം ഉണ്ടാവത്തില്ല. ഏതാണോ കൂട്ടസ്ഥൻ അവൻ തന്നെയാണ് ശുദ്ധബ്രഹ്മം. അവിടെ എന്താ പറയുന്നത്? നീ തന്നെയാണ് ശുദ്ധബ്രഹ്മം. എന്നപ്പോൾ എന്തിനു നിഷേധിച്ചു? നീ തന്നെ ശുദ്ധബ്രഹ്മാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞാനെന്ന് അഭിമാനിക്കുന്ന ഈ ശരീരങ്ങൾ മൊത്തം നിഷേധിക്കപ്പെടും. അതേപോലെ ജഗത്തിന്റെ കാരണമായിരിക്കുന്ന ഈശ്വരനടക്കം നിഷേധിക്കപ്പെട്ടാൽ ജഗത്ത് മൊത്തം നിഷേധിക്കപ്പെടും. പിന്നെ എന്തേ ഉള്ളൂ? കാരണാതീതനായിരിക്കുന്ന ബ്രഹ്മവും ശുദ്ധസ്വരൂപമായിരിക്കുന്ന കൂട്ടസ്ഥനും തമ്മിലുള്ള ഐക്യം പറയുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെയും എന്ത് പറ്റുന്നുണ്ട്? ഇത് ഐക്യസ്ഥലാണ്. ഐക്യത്തിന്റെ മുന്നെയാണ് എന്ത് വരുന്നത്? ഐക്യബോധക വാക്യത്തെ എന്ത് പറയും? മഹാവാക്യം. മഹാവാക്യം. മഹാവാക്യം അല്ലാത്ത ഏത് വാക്യം ഉള്ളത്? അവാന്തരവാക്യം. അവാന്തരവാക്യം. അവാന്തരവാക്യം എന്താ ചെയ്യുന്നത്? സ്വരൂപത്തെ ബോധിപ്പിക്കും. ആരുടെ സ്വരൂപത്തെ? ജീവ ഈശ്വര സ്വരൂപത്തെ. രണ്ടും, അതായത് ജീവന്റെ രണ്ട് സ്വരൂപത്തെയും ഈശ്വരൻ രണ്ട് സ്വരൂപത്തെയും ബോധിപ്പിക്കും. അതായത് ജീവന്റെ വിശിഷ്ട രൂപത്തെയും ശുദ്ധരൂപത്തെയും ഈശ്വരന്റെ വിശിഷ്ട രൂപത്തെയും ശുദ്ധരൂപത്തെയും ബോധിപ്പിക്കും. ഇതിനു ശേഷം മാത്രമാണ് മഹാവാക്യം ഐക്യത്തെ ബോധിപ്പിക്കത്തുള്ളൂ. ഇങ്ങനെയാണ് പ്രക്രിയ. അല്ലാതെ എന്താണ് രോഗം വരുമ്പോൾ ചുവട്ടിൽ മരുന്നൊഴിക്കുന്ന പോലെ ഒരു മന്ത്രം ഒഴിച്ചു കൊടുത്തൊന്നും ഇവിടെ നടക്കുന്നില്ല. പ്രക്രിയ വഴി പഠിച്ച് വന്നേ പറ്റത്തുള്ളൂ. അപ്പം മഹാവാക്യത്തിൽ നിന്ന് ഐക്യബോധം ഉണ്ടാവണമെങ്കിൽ അവാന്തരവാക്യത്തിൽ നിന്ന് ആദ്യം സ്വരൂപത്തിന്റെ ബോധം ഉണ്ടാവണം. അപ്പോൾ തത്വമസി എപ്രകാരമാണോ മഹാവാക്യമായിരിക്കുന്നത് അതിനെ സമാനമാക്കി കളഞ്ഞു നിങ്ങളുടെ എന്താണ് ഈശാവാസ്യമിതം സർവത്തെ. മനസ്സിലായോ? ഈശാവാസ്യമിതം സർവം. ഈശ്വരനാരാ? ഈ പങ്ക്തി വായിച്ച് പറഞ്ഞാൽ മതി. സർവാത്മക ഈശ്വരോ അസ്മീതി ജ്ഞാതവ്യം. ഇതിന്റെ അർത്ഥം എന്താ? ഈശ്വരനാരാ ഇവിടുത്തെ? അസ്മി എന്ന് പറഞ്ഞാൽ കർത്താവ് ആരാ? ഞാൻ. ആര് ഞാനാകുന്നു? സകലത്തെയും നിഷേധിച്ചു കഴിഞ്ഞാൽ കേവലനായിരിക്കുന്ന ഞാൻ ഈശ്വരനെ അവശേഷിക്കും. ആ ഈശ്വരൻ ഞാനാണ്. ഇത് തന്നെയാണ് തത്വമസി.
തത് ത്വമസി. അതിനെ വളരെ ചുരുക്കിക്കളഞ്ഞു എന്നുള്ളൂ. ഈശാവാസ്യം ഇതം സർവം എന്നേ ഉള്ളൂ. ഇതം സർവം ഈശ്വരനാൽ മൂടപ്പെടണം. ഭാഷ്യകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തേന സ്വേന രൂപേണ ആത്മന എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? 7ാമത്തെ പേജിൽ നോക്കിയോ. സർവം സ്വേന ആത്മന ഈശേന. 2-3 പങ്ക്തിയിലൂടെ കാണാം അവിടെ. ഇവിടെ ഈ ഭാഷ്യത്തിലെ ഒരു പങ്ക്തിക്ക് പോലും നല്ല വെയിറ്റ് ഉണ്ടാവും. അത്രയും ആലോചിച്ച് പിടിച്ച് എഴുതിയ സാധനമാണത്. ആലോചിച്ച് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് പറയാൻ ഇതിന്റെ പ്രക്രിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന്. അപ്പോൾ തത്വമസിയിൽ എന്താണ്? ഞാൻ കേവല പരമാത്മാ എന്നാണ്. പരമാത്മാ എന്ന അർത്ഥമാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഈശാവാസ്യം ഇതം സർവം എന്ന് പറയുന്നത്. ഈശ്വരോസ്മി, സർവാത്മകനായിരിക്കും ഈശ്വരൻ ഞാനാകുന്നു. അപ്പോൾ എന്ത് പറ്റും? സർവത്തെ നിഷേധിച്ചും കൊണ്ട് അതിന്റെ അധിഷ്ഠാനമായിരിക്കുന്ന ഈശ്വരനായിരിക്കുന്ന ബ്രഹ്മ അത് ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ തത്വമസി എന്നുള്ള വാക്യത്തെ തന്നെയാണ് ഇവിടെ അന്വയിച്ചിരിക്കുന്നത്. കണ്ടോ? ഒരു ചെറിയൊരു ഭാഗത്തെ എങ്ങോട്ട് കൊണ്ടുവച്ച് കെട്ടി നോക്കിക്കോ. ഇനി അടുത്ത പങ്ക്തി കണ്ടോ. ബ്രഹ്മേവ സർവമാത്മൈവ സത്പ്രകാശാവിശേഷതഃ ഹേയോപാദേയ ഭാവോയം നസൻ സ്വപ്നപദീര്യതേ. ബ്രഹ്മൈവ സർവം ആത്മൈവ സർവം എന്നൊക്കെ ശ്രുതിയുണ്ട്, പ്രചാരണത്തിൽ കാണുന്നില്ല. അതിനെ എടുത്തുകൊണ്ട് ശ്ലോകം വന്നതാണിത്. ബ്രഹ്മൈവ സർവം, ബ്രഹ്മമാണെങ്കിൽ സർവം ബ്രഹ്മമാണ്. ഞാൻ ആരായിരിക്കും? ഞാൻ ബ്രഹ്മത്തിൽ. അപ്പോൾ 2 വസ്തു കയറി വരും. ഒന്ന് സർവാത്മകനായിരിക്കുന്ന ബ്രഹ്മവും പിന്നെ ഞാനും. ഇത് ഒഴിവാക്കാനാണ് അടുത്ത പങ്ക്തി പറയുന്നത് ആത്മൈവ. ആത്മയുടെ അന്യം എവിടെ ചെയ്യണം? സർവം. സർവം ആത്മൈവ സർവം ബ്രഹ്മൈവ. അപ്പൊ ബ്രഹ്മ എന്തായിരിക്കും? ആത്മാവ്. സർവം ബ്രഹ്മാണ്, സർവ ആത്മാവാണ്. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മ ആത്മാ തന്നെയായിരിക്കും. സത്പ്രകാശ വിശേഷത എന്നല്ല കേട്ടോ, ദീർഘം വേണം. സത്പ്രകാശാവിശേഷത. ഇതെന്താണ് ഈ സത്പ്രകാശ അവിശേഷമായിട്ടിരിക്കുന്നത്? സത് പ്രകാശ അവിശേഷം നേരിടുന്നുണ്ട്. ഇതിന്റെ ടിപ്പണി നോക്കുക എന്താന്നുള്ളത്. 6ാം നമ്പർ ടിപ്പണി. സത് പ്രേതി സതോ ബ്രഹ്മണേവ സ്ഫുരണ വിശേഷാത്. ഒരു ഘടം നമ്മൾ അറിയുന്ന സമയത്ത് ഘടത്തിന്റെ ജ്ഞാനമുണ്ട്, ഘടം സ്ഫുരിക്കുന്നുണ്ട്. സ്ഫുരിക്കുക എന്ന് പറഞ്ഞാലേ ഘടത്തിന്റെ ചെറുപ്പം, വലിപ്പം, അതിന്റെ രൂപം, കളർ, ഇതെല്ലാം തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഘടത്തിന്റെ അസ്തിത്വം അറിയുന്ന സമയത്ത് നമ്മൾ നേരിട്ട് കാണുന്നില്ല, അത് അറിവേ ഉള്ളൂ. എങ്ങനെ ഉണ്ട് എന്നുള്ള അറിവേ ഉള്ളൂ, അതിന്റെ സ്ഫുരണം നടക്കുന്നില്ല. അപ്പോൾ ജ്ഞാനസ്ഥലത്ത് അതിന്റെ ജ്ഞാനമുണ്ട്, ചില സമയത്ത് അതിന്റെ സ്ഫുരണമുണ്ട്. ഈ സ്ഫുരണവും ജ്ഞാനവും എല്ലാം ശരിക്ക് നോക്കിയാൽ ആരാണ്? ബ്രഹ്മസ്വരൂപം തന്നെയായിരിക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അസ്ഥി ഭാതി, മുന്നോട്ട് പറവാക്കി. ബ്രഹ്മൈവ സർവം ആത്മൈവ സത്പ്രകാശാവിശേഷത. ഇതിന്റെ ടീക്കയാണ് പോയത്. അതായത് എല്ലാ വസ്തുക്കളിലൂടെയും സത്ത അംശരൂപത്തിലും ഭാന അംശരൂപത്തിലും ചേതൻ തന്നെയാണ് അനുസ്യൂതമായിട്ടിരിക്കുന്നത്. ബ്രഹ്മൈവ സർവം ആത്മൈവ, സകലവും ബ്രഹ്മസ്വരൂപം തന്നെയാണ്, സകലവും ആത്മസ്വരൂപം തന്നെയാണ്. എങ്ങനെ? സത്പ്രകാശാവിശേഷത. സത്തിന്റെ പ്രകാശമാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. കാരണം ഘടസൻ എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഘടം എന്നുള്ളത് നാമരൂപമാണ്. അതിൽ അനുസ്യൂതമായിരിക്കുന്ന സത്തിനെയാണ് ഗ്രഹിക്കപ്പെടുന്നത്, സത്താണ് ഗ്രഹിക്കപ്പെടുന്നത്. അതായത് അദ്വൈത സിദ്ധിയിൽ ഒരു ചോദ്യമുണ്ട്, ബ്രഹ്മത്തെ അറിയാൻ പറ്റുമോ, കാണാൻ പറ്റുമോ എന്ന്. സിദ്ധാന്തി പറയുന്നത് എന്താ? കാണിച്ചു തരാം. ഈ ഘടസൻ എന്ന് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. അപ്പൊ സത്ത് അംശം കാണാൻ പറ്റിയില്ലേ? ആ അംശം ബ്രഹ്മസ്വരൂപമാണ്. എന്നാൽ പാരമാർത്ഥ്യമാണോ വെച്ചാൽ അങ്ങനെയല്ല. കാരണം ഈ സദംശം ചേതനാംശമാണെങ്കിൽ പോലും ഘടവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിട്ടാണ് കാണുന്നത്. പക്ഷെ സദാംശം ശരിയാണ്, ഇതിനെ ഘടത മാറ്റിക്കഴിഞ്ഞാൽ സത്ത് വാസ്തവാണ്. ഘടസംസൃഷ്ട സത്ത് മിഥ്യയാണ്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കും സിദ്ധാന്തി. ഹേയോ ഉപാദേയ ഭാവോയം ന സൻ സ്വപ്നപതീര്യതേ. നമ്മൾക്ക് ഈ ലോകത്ത് കാണുന്ന ഹേയം, ത്യാജ്യം, ഉപാദേയം, ഗ്രാഹ്യം, എടുക്കൽ കൊടുക്കൽ ഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും തന്നെ വാസ്തവത്തിലുള്ളതല്ല. സ്വപ്നവത് ഈര്യതേ, സ്വപ്നം പോലെയാണ് ഇതൊക്കെല്ലാം പറയപ്പെടുന്നത്. ടിപ്പണി 7 നോക്കിയോ. നനു സർവസ്യ ബ്രഹ്മത്വേ പ്രതീയമാനോ ഹേയോപാദേ ഭാവോ നോപദ്ധ്യത നഹി യദീയം തദേവ ഉപാദേ യദ്ഹേയം തദേവ ഉപാദേയമിതി സംഭവതി വിരോധാത്. സർവസ്യ ബ്രഹ്മത്വേ, സകലം ബ്രഹ്മസ്വരൂപമാണെങ്കിൽ
പ്രതീയമാനോ ഹേയോ ഉപാദേയ ഭാവോ. നമ്മൾക്കിവിടെ ലോകത്ത് ചില വസ്തുക്കളെ ഗ്രാഹ്യങ്ങളായിട്ടും ചില വസ്തുക്കളെ ത്യാജ്യങ്ങളായിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ട വസ്തുണ്ട്, വേണ്ടാത്ത വസ്തുക്കളുണ്ട്. വേണ്ടാത്ത വസ്തുക്കൾ ത്യജിക്കപ്പെടും, വേണ്ട വസ്തുക്കൾ ഗ്രഹിക്കപ്പെടും. ഇങ്ങനെ കാണപ്പെടുന്നുണ്ടല്ലോ എന്ന് പറയാൻ വസ്തുക്കളിൽ ഇങ്ങനത്തെ ഒരു വ്യവഹാരം കാണുന്നുണ്ട്. സകലം ബ്രഹ്മമാണെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും? അതെന്താ സംഭവിക്കുന്നതിന്റെ കുഴപ്പം? അതാണ് പറയുന്നത് നെഹി യത് ഹേയം. പദച്ഛേദം നടത്തിയാല് ഹേയം എന്നാ കിട്ടുക കേട്ടോ. ആ ഹകാരത്തിന് ധകാരം വന്നു ചേരുന്നതാണത്. യത് ഹേയം എന്നേ കാണത്തുള്ളൂ. യത് ഹേയം തദേവ ന ഉപാധേയം ഭവതി. ഏതാണോ ത്യാജ്യം അത് തന്നെയാണോ ഗ്രാഹ്യം? ത്യജിക്കേണ്ടത് തന്നെയാണോ ഗ്രഹിക്കേണ്ടത്? എന്ന് പറഞ്ഞാൽ വിട്ടുകളയേണ്ടത് തന്നെയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? അങ്ങനെ വരത്തില്ലല്ലോ. എല്ലാം ബ്രഹ്മസ്വരൂപമാണെങ്കിൽ എന്ത് പറ്റും? ഏതാണോ ഹേയം അത് തന്നെ ഉപാധേയമായി മാറും അല്ലേ? പറയാണ് ഇത്. അതുകൊണ്ട് എല്ലാം ബ്രഹ്മസ്വരൂപമാണെന്ന് പറഞ്ഞത് ശരിയല്ല. വിരോധാത്. കിഞ്ച അത്രയും മാത്രമല്ല, സർവം ചെയ്ത് ആത്മാ തഥാ ദേഹാത്മാനം മന്യമാനേഹി. ദേഹം ആത്മാനം മന്യമാനേഹി കിം അപരാധ്യതേ. സകല ആത്മാവാണെങ്കിലേ ദേഹാത്മാവല്ലേ? അതായത് മന്ദബുദ്ധികളോട് നമ്മൾ വേദാന്തം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആദ്യം തിരിഞ്ഞു നേടിക്കുകയാണെന്നുണ്ടാവും. പണ്ടേ ഞാൻ തിരുവണ്ണാമലയിലുള്ള സമയത്ത് കോഴിക്കോടുള്ള ഒരാളാണ്. പ്രസ്ഥാനത്തില് കുറച്ചു കാലം ബ്രഹ്മചാരി അവിടെ തന്നെ ഉണ്ടെങ്കിൽ. അപ്പൊ എന്തോ ഒരു ചോദ്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, അതിനെ ഇതൊക്കെ തർക്കം മനസ്സിലാക്കിയ ആൾക്കാർക്ക് ഇത് പറഞ്ഞ് ചർച്ച ചെയ്യാൻ പറ്റും. അതിനെന്താ നീ തർക്കിച്ച് കളയാം. ഞാനെന്ത് പറയൂ ഇയാളോട്? തർക്കം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ആരോടെങ്കിലും വാശി പിടിച്ച് സംസാരിക്കുന്നതല്ലേ തർക്കം. തർക്കം ഒരു ടെർമിനോളജിയാണത്. അത് വേറെ തന്നെ ടെക്സ്റ്റ് പഠിപ്പിച്ച് കഴിയെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇതേപോലെയാണ് ഈ വേദാന്തവും. വേദാന്തം നമ്മൾ പബ്ലിക്കിൽ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അതാണ് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലായവന്റെ ചിത്രമാണ് ഇപ്പം കാണുന്നത്. സർവം ചെയ്ത ആത്മാ. നീയല്ലേ പറഞ്ഞ സർവ്വ ആത്മാവാണെന്ന്. അങ്ങനെയാണെങ്കിൽ ദേഹത്തെ ആത്മാവാണെന്ന് മാനിക്കുന്ന എന്തെങ്കിലും തകരാറുണ്ടോ? പറ, നിങ്ങൾ പറ. സർവാത്മാവല്ലേ? അപ്പൊ ദേഹാത്മാവല്ലേ? പിഞ്ച ഇത് നല്ലത്. ഭാഷ്യത്തെക്കാളും ടീക്കയെക്കാളും നല്ല വെയിറ്റ് ഉള്ള പങ്ക്തികളൊക്കെ വരിക ടിപ്പണിയിലാക്കുമോ. കിഞ്ച മാത്രമല്ല, സർവം ചെയ്ത ആത്മാ. സകലവും ആത്മാവാണെങ്കിൽ തഥാ അപ്പോൾ ദേഹം ആത്മാനം മന്യമാനേഹി കിം അപരാധ്യതേ. ദേഹത്തെ ആത്മാ എന്ന് മാനിക്കുന്ന ഒരാൾ എന്ത് അപരാധമാണ് ചെയ്യപ്പെട്ടത്? എന്ത് മനസ്സിലായി എന്ന് പറ. ദേഹം ആത്മാവല്ലേ? സർവ ആത്മാവല്ലേ? സർവ ആത്മാവാണ്. സർവത്തില് ദേഹം പെടുവോ? ആണ്. സർവാത്മാവാണെങ്കിൽ ദേഹം സർവത്തിൽ പെടുന്നതല്ലേ? അതെ. അങ്ങനെയാണ് ദേഹാത്മാവല്ലേ? പക്ഷെ അധ്യസ്ഥമാണ്. അത് കാരണം കൊണ്ട് അധിഷ്ഠാനം മാത്രമേ. ദേഹ ആത്മാവല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറ. അല്ല. ദേഹാത്മാവല്ല. രണ്ട് രീതിയിലും പറയാൻ നിങ്ങൾ പറഞ്ഞതിന്റെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദേഹം ആത്മാവല്ല എങ്കിൽ ഇത് ആന്ന് പറഞ്ഞാലും അല്ലെന്ന് പറഞ്ഞാലും പ്രശ്നം ഉണ്ടാക്കും. അത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് അറിയേണ്ടിയിട്ടാണിത്. ദേഹം ആത്മാവല്ലെങ്കിൽ ആത്മ വേറെ ഇരിക്കും, ദേഹം വേറെ ഇരിക്കും. ഇപ്പൊ ദ്വൈതാപത്തി വരും. സർവമില്ല, ബ്രഹ്മം മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെയാ ദേഹം ആത്മാവാവുക? അതെങ്ങനെയാ? അന്നപ്പോഴല്ലേ ദേഹാത്മാവാകത്തുള്ളൂ. സർവത്തിലാണ് ദേഹം പെടുന്നത്. അപ്പൊ അങ്ങനെയാകുന്ന സർവത്തിലാണ് ദേഹം പെടുന്നത്. സർവം ഇല്ല, സർവം മാത്രമേ ഉള്ളൂ. സർവം ഇല്ല, ആത്മ മാത്രമേ ഉള്ളൂ. ആത്മ മാത്രമേ ഉള്ളൂ. അപ്പൊ സർവം എങ്ങോട്ട് പോയി? സർവം ബ്രഹ്മത്തിൽ കൽപ്പിതമായിരുന്നു. കൽപ്പിതമായത് കൊണ്ട് എന്ത് പറ്റി? അതിന്റെ സത്തയും സ്ഫൂർത്തിയും അധിഷ്ഠാനത്തിലാണ്. അതിന്റെ സത്തയും സ്ഫൂർത്തിയും അധിഷ്ഠാനത്തിലായതുകൊണ്ട് സർവം ബ്രഹ്മം മാത്രമേ ഉള്ളൂ. സർവം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? സർവം ബ്രഹ്മസ്വരൂപമാണെന്ന് പറ. സർവം ബ്രഹ്മസ്വരൂപം. ബോധ്യത്തിനനുസരിച്ച് ഉത്തരം എന്ന് പറയാൻ ശ്രമിക്കുക. ഓക്കെ ശരി. എങ്ങോട്ടെങ്കിലും പറഞ്ഞിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. അതായത് കൽപ്പിത വസ്തുക്കളുടെ സ്വരൂപം അധിഷ്ഠാനമായതുകൊണ്ട് എന്ത് പറ്റും? കൽപ്പിത വസ്തുക്കൾ അധിഷ്ഠാനം മാത്രമായിരിക്കും. ഏതുപോലെ? കയറിലെ സർപ്പം കയറിൽ ഭിന്നമല്ലാതിരിക്കുന്നത് പോലെ സർവവും അധിഷ്ഠാനത്തിൽ ഭിന്നമല്ലാത്തത് കൊണ്ട് അധിഷ്ഠാന സ്വരൂപമായിരിക്കും. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പണ്ടേ കുറെ വർഷം മുന്നേ ഞാൻ ഒരു മലയാളി കുട്ടിയാണ്, അവർക്ക് വേണ്ടി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ആരുടെയോ ക്ലാസ് കേട്ട് എന്നോട് വിളിച്ചു ചോദിച്ചതാണിത്. ഇന്നാള് പറഞ്ഞിട്ടുണ്ടല്ലോ ബ്രഹ്മരൂപത്തിൽ ജഗത്തും സത്യമാണെന്ന്. എന്നാ പറഞ്ഞു കൊടുത്ത ആള് ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കണ്ടേ എന്തുകൊണ്ടാണിത് പറയുന്നതെന്നുള്ളത്. ഇത്രയും പ്രശ്നപരമായിട്ടുള്ള സ്ഥലങ്ങളാ അതൊക്കെ. പങ്ക്തി കറക്റ്റാ,
ബ്രഹ്മസ്വരൂപത്തിൽ ജഗത്ത് സത്താണ്. ഇതിന്റെ അർത്ഥം എന്താ? ജഗൻ മിഥ്യ എന്നല്ല പറയുന്നത്. മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്. ഇല്ലാത്തത് എന്നാണോ അർത്ഥം? ഇല്ലാത്തത് മായ മായയിൽ പ്രതിഷ്ഠിച്ചത്. മായയും മിഥ്യയാണ്. പിന്നെ ഇങ്ങനെ മായയിൽ പ്രതിഷ്ഠിച്ചെന്ന് പറയാൻ പറ്റുക? മിഥ്യ എന്ന് പറഞ്ഞാൽ സത് അസത് ഉഭയവിലക്ഷണം. സത് അസത് ഉഭയവിലക്ഷണം. അങ്ങനത്തെ ഒരു ലക്ഷണമൊക്കെ അദ്വൈതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? സ്വാമിജി ഏത് ലക്ഷണമായിരുന്നു? 5 ഉണ്ടായിരുന്നു മിഥ്യാത്വ. ഒന്നാം ലക്ഷണം തന്നെയാണിത്. ഒന്നാമത്തെ ലക്ഷണവും പിന്നെ 5ാമത്തെ ലക്ഷണവും അല്ലേ? അവിടുത്തെ 5 ലക്ഷണങ്ങളിൽ 2 നമുക്ക് അന്യോന്യഭാവ വിഹിതമായിട്ട്, ബാക്കി 3 അത്യന്തഭാവ വിഹിതമായിട്ട് എടുക്കാം. പക്ഷെ ഒന്നാമത്തെ തന്നെ അത്യന്തഭാവ വിഹിതമായിട്ടും എടുക്കാം. ഓക്കെ. സദ്വിലക്ഷണത്വ സതി അസത് വിലക്ഷണത്വം. സത്വമല്ല അസത്വമല്ല, എന്നാലും ഉഭയവുമല്ല എന്നും പറയാം. അല്ലെങ്കിൽ എന്ത് പറയും? പ്രതിപന്നോപാധ ത്രൈകാലിക നിഷേധ പ്രതിവിത്വം. ഇങ്ങനെ പല ലക്ഷണവും പറയും. അപ്പൊ മിഥ്യ എന്ന് പറഞ്ഞാൽ ഏത് അസത് ഭാസമാനം തൻ മിഥ്യ എന്ന് പഠിച്ചു വെച്ചു. ഏത് അസത് ഇല്ലാഞ്ഞിട്ടും ഭാസിക്കുന്നുണ്ടെങ്കിൽ അത് മിഥ്യ. അപ്പോഴാണ് ചോദ്യം, കിഞ്ച സർവം ചെയ്ത് ആത്മാത്തത ദേഹം ആത്മാനം അന്യമാഹിക്കും അപരാധ്യതേ. ദേഹം ആത്മാ എന്ന് മാനിക്കുന്നവന് എന്താ തകരാറ്? അവൻ ചെയ്ത് ശരി തന്നെയല്ലേ? തത്രാഹ അതിനുത്തരം പറയാണെന്ത്? ഹേയോപാദേ ഭാവയം ന സൻ. നമ്മൾക്ക് ഈ ലോകത്ത് കാണാൻ പറ്റുന്ന ത്യാജ്യഗ്രാഹ്യ ഭാവങ്ങളുണ്ട്. ത്യാജ്യഗ്രാഹ്യ ഭാവങ്ങൾ മനസ്സിലായോ? ചില വസ്തുക്കളെ നമ്മൾ ത്യജിക്കുന്നുണ്ട്, ചില വസ്തുക്കളെ നമ്മൾ ഗ്രഹിക്കുന്നുണ്ട്. ഗ്രഹിക്കുക എന്നാൽ സ്വീകരിക്കുക. ഈ രീതിയിൽ വ്യവഹാരം നടക്കുന്നത് വാസ്തവത്തിലുള്ളതാണോ? അല്ല. ന സൻ. സത്താരാ? സത്ത് ബ്രഹ്മമാണ്. അതെന്തുകൊണ്ട്? ഇവിടെ ബ്രഹ്മമല്ലെന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ലേ? അങ്ങനെയല്ല പ്രശ്നം. കാരണം എല്ലാം ബ്രഹ്മമാണെങ്കിൽ ഇവിടെയുള്ള ഹേയോപാതയ ഭാവവും ബ്രഹ്മമാവത്തില്ലേ? അന്നേരം പറയാണ് അല്ല. പിന്നെ സ്വപ്നവത് ഈര്യതേ പറയപ്പെടുന്നു. ഇത് സ്വപ്നം പോലെയാണെന്നാ പറയപ്പെടുന്നത്. സ്വപ്നത്തിന് എന്താ തകരാറ്? സ്വപ്നം സത്യമായിട്ട് തോന്നും. സ്വപ്നം സത്യമായിട്ട് തോന്നും, പക്ഷെ വസ്തു ഇവിടെ ഉണ്ടാകത്തില്ല. ഇല്ലാത്ത വസ്തുവിനെ കാണാൻ പറ്റുന്ന സ്ഥലമാണോ സ്വപ്നം? അതെ. അല്ല, ഇല്ലാതിരിക്കും. സ്വാപ്നികമായിരിക്കുന്ന ഒരു ലോകം അത് പ്രാതിഭാസികമായിട്ട് ഇരിക്കുന്നുണ്ട്, വ്യാവഹാരികമായിട്ട് ഇരിക്കുന്നില്ല. നമ്മളതിനെ വ്യാവഹാരികം എന്ന് ധരിച്ചാണ് വ്യവഹരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനത്തെ ഒരു വസ്തു ഇല്ല. ഇതേപോലെ തന്നെ നമ്മൾ വ്യാവഹാരികം എന്ന് ധരിച്ചിരിക്കുന്ന ഈ ലോകവും വാസ്തവത്തിൽ നിലനിൽക്കുന്നില്ല. ഇനിയും ടീക്ക നോക്കിക്കോ. യതഃ ഈര്യതേ. ഈര്യതയ്ക്ക് എന്താ അർത്ഥം? ഉച്യതേ. നാമമാത്രം ഇത്യർത്ഥഃ. നാമം മാത്രമാണ് പോലും. എന്ത്? ഈ ഹേയോപാതേ ഭാവം ഉണ്ടല്ലോ, ത്യാജ്യഗ്രാഹ്യങ്ങളായിരിക്കുന്ന ഈ ലോകം, അത് കേവലം നാമം മാത്രമാണ് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? വാചാരംഭണ ശ്രുതേഹേ. ഇതെവിടെയാ വാചാരംഭണ ശ്രുതികൾ എന്ന് അറിയോ? ചാന്തോക്യ ശ്രുതിയുടെ ഭാഗമാണിത്. വാചാരംഭണം വികാരോ നാമധേയം വൃത്തികേത്യവ സത്യം. അതായത് ഒരു ഘട്ടത്തിന്റെ രൂപവും നാമവും ഉണ്ട്. വാസ്തവത്തിൽ അത് വാക്കിന് ആലംബനം മാത്രമാകുന്നു ഘടം എന്ന് പറയുന്ന അർത്ഥം ഘടം ഒരു വസ്തുവില്ല എന്നർത്ഥം. ഘടം വസ്തുവില്ലെങ്കിൽ പിന്നെ നാമമോ? നാമം കൊണ്ട് പറയാമെന്ന് മാത്രം, വസ്തുവോടെ ഇരിക്കത്തില്ല എന്നർത്ഥം. അപ്പം മൃത്തോ? മൃത്ത് സത്യമെന്ന് പറഞ്ഞു. അപ്പൊ മൃത്ത് സത്യമാണോ? അത് പറയേണ്ടിട്ടല്ല. ഇതിന്റെ അർത്ഥം മൃത്തിനെയും ഘടത്തെ എടുത്തു കഴിഞ്ഞാല് ഘടമായിരിക്കുന്ന കാര്യം മിഥ്യയാണ്, കാരണം സത്യമാണ്. അപ്പം കാരണമായിരിക്കുന്ന മൃത്ത് സത്യമാണോ? അല്ല. മൃത്തിന്റെ കാരണമായിരിക്കുന്നേ. മൃത്തിന്റെ കാരണം എന്താ? മൃത്ത് ഏതിൽ നിന്നുണ്ടായതാ? ജലം. ജലം. ജലമാണ് സത്യം. ജലവും കാര്യമാണ്. അപ്പോൾ ജലത്തിന്റെ സത്യം ആരായിരിക്കും? തേജ്. തേജിന്റെ സത്യം ആരായിരിക്കും? വായു. വായുവിന്റെ സത്യം ആരായിരിക്കും? ആകാശം. ആകാശത്തിന്റെ സത്യം ആരായിരിക്കും? അതിന്റെ കാരണം അതെവിടെയാ? മായ. ഞാനത് പഞ്ചീകൃതം ഒന്നിപ്പിച്ച് അങ്ങോട്ട് പറയാം കേട്ടോ, ഷോർട്ട് ചെയ്താണ്. മായയെ സംബന്ധിച്ചോ, മായ കൽപ്പിതമായതിനാൽ അതിന്റെ സ്വരൂപവും അധിഷ്ഠാനം മാത്രമായിരിക്കും. അങ്ങനെ അധിഷ്ഠാനം മാത്രമേ ഉള്ളൂ. അധിഷ്ഠാനത്തിൽ കൽപ്പിതമായിരിക്കുന്ന മായ, മായയാൽ കൽപ്പിതമായിരിക്കുന്ന ഈ ലോകം,
ഈ ലോകവും മായയും ഒരേപോലെ നാമം മാത്രമാകുന്നു, ബ്രഹ്മം മാത്രം സത്യമായിട്ടിരിക്കും എന്ന് പറയാനാണ് ഇത് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഈ കാണുന്ന ഹേയോപാധേയ ഭാവങ്ങളെല്ലാം മിഥ്യയാണെന്നർത്ഥം. നിങ്ങൾ 6ാമത്തെ ടീക്കം കൂടി നോക്കിയോ. സദോ ബ്രഹ്മണ ഏവ സ്ഫുരണ വിശേഷാത്. സ്ഫുരണ ദീർഘമാണ് അവിടെയും. സ്ഫുരണാവിശേഷ, അതായത് എല്ലായിടത്തും കാണുന്ന സ്ഫുരണം അത് ബ്രഹ്മത്തിന്റെ സ്ഫുരണം മാത്രമാണ്. ഹേയോപാധേയ ഭാവോ യഥാ സ്വപ്നേ ദ്രഷ്ടൂരേകസ്യ ഏവ തതദാത്മന സ്ഫുരണാത് ഹേത്വം ഉപാധേയത്വം ച തദ്വത് അതോ ന സൻ അസൻ ഈര്യതേ ഉച്യതേ ബ്രഹ്മവിദ്വിരിത്യർത്ഥഃ. ആ വിശേഷത ഇത് ചെയ്ത് വിഷയമൊന്നുമില്ല. അപ്പോൾ 2 പാഠം കൊണ്ടുപോകുന്നുണ്ട്. ഒന്ന് വിശേഷത എന്ന് തന്നെയാണിത്. സതോ സത്തായിരിക്കുന്ന ബ്രഹ്മണ ഏവ സ്ഫുരണ വിശേഷാത്. സ്ഫുരണം എന്നുള്ളത് സത്തായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെത് മാത്രമാണ്. അതുകൊണ്ട് അയം ഈ എന്ത് ഹേയോപാധേയ ഭാവോ, നമ്മൾ ഈ ലോകത്ത് കാണുന്ന ഗ്രാഹ്യ ത്യാജ്യ ഭാവങ്ങളെല്ലാം ഏതുപോലെ ഇരിക്കും? യഥാ എപ്രകാരം സ്വപ്നെ സ്വപ്നകാലത്ത് ദ്രഷ്ടുരേകസേവ തത്തദാത്മന സ്ഫുരണാത്. നമ്മൾ സ്വപ്നത്തിൽ വിഷയങ്ങളെ കാണുന്നില്ലേ, അത് ദ്രഷ്ടാവ് തന്നെയാണ് ശരിക്ക് തത്തത് ഭാവങ്ങളിൽ സ്ഫുരിക്കുന്നത്. അതെന്തുകൊണ്ടാ? ദ്രഷ്ടാവിന്റെ ഉപാധിയായിരിക്കുന്ന മനസ്സാണ് മൊത്തം ലോകത്തെ സൃഷ്ടിക്കുന്നത്. അതായത് നമ്മൾക്ക് ഈ ജാഗ്രത കാലത്ത് ഇന്ദ്രിയ ജന്യമായിരിക്കുന്ന ഒരു ജ്ഞാനമുണ്ട്. ഈ സമയത്ത് ഘടത്തെ കാണുകയാണെങ്കിൽ, പ്രത്യക്ഷീകരിക്കുകയാണെങ്കിൽ വെളിയിൽ ഒരു ഘടമുണ്ട്. ആ ഘടവുമായിട്ട് ഇന്ദ്രിയമായിരിക്കുന്ന ചക്ഷുവിന് സന്നികർഷം എന്ന് പറയുന്ന സംബന്ധം നേരിട്ടിട്ട് ഇത് ഘടമാകുന്നു എന്നൊരു ജ്ഞാനം ഉണ്ടാവും. പക്ഷേ സ്വപ്നത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ ചക്ഷുരാദി ഇന്ദ്രിയങ്ങളെല്ലാം ലീനമായി പോകും. അത് മനസ്സിലേക്ക് പോകും. മനസ്സ് മാത്രമേ നിൽക്കത്തുള്ളൂ. സ്വപ്നകാലത്ത് നമ്മൾ ജാഗ്രത കാലത്ത് വിഷയങ്ങളെ കാണാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങളെല്ലാം പിൻവലിഞ്ഞു. പിന്നെ മനസ്സ് മാത്രമേ ഉള്ളൂ. ആ മനസ്സ് മാത്രം ലോകരൂപത്തിൽ പരിണമിക്കുകയാണത്. നമ്മൾ കാണുന്നില്ലേ, സ്വപ്നത്തെ കേൾക്കുന്നില്ലേ, ഇതെല്ലാം തന്നെ മനസ്സ് തത്തത് ആകാരത്തിലേക്ക് മാറിയതാണ്. അതായത് മനസ്സാണ് ഇത്രയും വലിയ ലോകമായിട്ട് നിൽക്കുന്നത്. എന്നിട്ട് ആര് കാണും? മനോപാധിയോടുകൂടിയിരിക്കുന്ന ചേതനൻ അതിനെ നേരിട്ട് കാണുകയാണ്. അതുകൊണ്ട് അത് ആരുണ്ടാക്കിയതാ? കണ്ടവനാരാണോ അവനുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് തത്തദാത്മനാ ദ്രഷ്ടുരേകസ്യേവ സ്ഫുരണാത്. ഓരോരോ വിഷയാകാരത്തിലും ഏകനായിരിക്കുന്ന ദ്രഷ്ടാവാണ് സ്ഫുരിക്കുന്നത് എന്ന് പറഞ്ഞാല് വിഷയവും വിഷയത്തോടുകൂടിയുള്ള സ്ഫുരണം ഉണ്ടല്ലോ. ഘടം ഘടത്തോടുകൂടിയുള്ള സ്ഫുരണമാണ് ഘടത്തിന്റെ ഭാനം. ഇതേപോലെ സ്വപ്നം കാണുന്ന സമയത്ത് സ്വപ്ന വിഷയങ്ങളുടെ സ്ഫുരണം സംഭവിക്കുന്നുണ്ട്. അത് ആരുടെ സ്വരൂപമാണ്? ശരിക്ക് ദ്രഷ്ടാവിന്റെ തന്നെ സ്വരൂപമാണ്. ദ്രഷ്ടുരേകസ്യേവ തത്തദാത്മനാ സ്ഫുരണാത് ഹേത്വം ഉപാധേയത്വം ച തദ്വതോ ന സൻ. അവിടെ സ്വപ്നത്തിലും നമ്മൾക്ക് ഇത് ത്യജിക്കേണ്ടതാണെന്നും ഇത് ഗ്രഹിക്കേണ്ടതാണെന്നും ഇത് സ്വീകരിക്കേണ്ടതാണ്, ഇത് നഷ്ടപ്പെടുത്തേണ്ടതാണ് എന്ന് നമ്മൾക്ക് ബോധം ഉണ്ടാവുന്നുണ്ട് സ്വപ്നത്തിലും. അതും ശരിക്കെന്താണ്? നസൻ. അതും സത്തല്ല, ഉള്ളതല്ല, വാസ്തവത്തിലുള്ളതല്ല. പിന്നെയോ അസന്നീര്യതേ. ഈര്യതയ്ക്ക് അർത്ഥം പറയാണ് ഉച്ചതേ. ആരാല്? ബ്രഹ്മവിദ്ഭിരിത്യർത്ഥഃ. ബ്രഹ്മജ്ഞാനികളാൽ പറയുന്നത് സ്വപ്നലോകം എന്നുള്ളത് അസത്താകുന്നു. നിങ്ങളുടെ ഈ ജഗത്തിനെ മിഥ്യ എന്ന് സിദ്ധിക്കാൻ വേണ്ടിയിട്ട്, അതായത് വ്യാവഹാരികമായിരിക്കുന്ന ലോകത്തെ മിഥ്യ എന്ന് സിദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനുമാനം നടത്തുന്ന സമയത്ത് ദൃഷ്ടാന്തം കൊടുക്കുന്നതാണ് സ്വപ്നം. എന്ത് ചെയ്യും? ജാഗ്രത് ജഗത് മിഥ്യ ദൃശ്യത്വാദ് സ്വപ്നവത്. ഈ ജാഗ്രതത്തിലെ ജഗത്ത് നമ്മൾ ഈ കണ്ടും കേട്ടും മണത്തും അറിയുന്ന ഈ ലോകം ഉണ്ടല്ലോ, ഇത് മിഥ്യയാകുന്നു. എന്തുകൊണ്ടാ? ജ്ഞാനത്തിന് വിഷയമാവുന്നതിനാൽ. ഏതുപോലെ? സ്വപ്നം പോലെ. സ്വപ്നം ജ്ഞാനത്തിന് വിഷയമാവുന്നുണ്ടോ? വിഷയമാവുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്നുണ്ട്, സ്വപ്നം കാണാനും പറ്റുന്നുണ്ട്, ജാഗ്രതയിൽ വന്ന് സ്വപ്നത്തെ സ്മരിക്കാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു സ്വപ്നം ലോകം നമ്മൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. അത് അവിടെ അതുകൊണ്ട് എന്ത് പറ്റി? അവിടെ ദൃശ്യത്വം എന്നുള്ള ഹേതുവില്ല. അതുപോലെ തന്നെ സ്വപ്നം ജാഗ്രതയിലേക്ക് വന്നാൽ നമ്മൾ സ്വപ്നത്തെ
സത്യമാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. സ്വപ്നം നഷ്ടപ്പെട്ടു പോയി. സ്വപ്നത്തില് എന്ത് കണ്ടാലും സത്തായിട്ട് കണ്ടാലും അസത്തായിട്ട് കണ്ടാലും എല്ലാം തന്നെ മിഥ്യയാണെന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ നിശ്ചയിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾക്ക് വ്യാപ്തി സിദ്ധിക്കും. എങ്ങനെ? എവിടെയാണോ ദൃശ്യത്വം എന്ന് പറയുന്ന ജ്ഞാന വിഷയത്വം ഇരിക്കുന്നത് അവിടെ മിഥ്യാത്വം ഇരിക്കുന്നു എന്ന് സിദ്ധിക്കാം. എത്ര എത്ര ദൃശ്യത്വം തത്ര എത്ര മിഥ്യാത്വം എന്ന് പറയും. അന്നപ്പോൾ ഈ ജാഗ്രത ലോകവും നമ്മൾക്ക് ജ്ഞാനത്താൽ വിശദീകരിക്കാൻ പറ്റുന്നത് കൊണ്ട് എന്തായിരിക്കും? അത് മിഥ്യയായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ജഗത്തന്നെ മിഥ്യയായതുകൊണ്ട്. അങ്ങനെയൊന്നല്ല. നൈയായികന് അതിൻ്റെതായ ടെർമിനോളജി വേണം. വ്യാപ്തി സിദ്ധമാവുകയും പക്ഷത്തിൽ ഹേതു സിദ്ധമാവുകയും ചെയ്തു കഴിഞ്ഞാൽ സാധ്യ സിദ്ധിക്കപ്പെടും. ഇനി നോക്കിയോ, അവിശേഷത ഇതി ചേത് പാഠസ്ഥത സർവത്ര സത്താസ്ഫുരണയോർ അനുഗമാത് സർവം ആത്മേവേദി പൂർവത്രൈവ ഹേതുത്വേന അന്വയഃ. അതായത് ഇവിടെ സ്ഫുരണാവിശേഷത എന്നാണ് പാഠമെങ്കിൽ സർവത്ര സത്താസ്ഫുരണയോരേവ അനുഗമാത്. നമ്മളിപ്പോൾ ഘടഃ പടഃ എന്നൊക്കെ വ്യവഹരിക്കുന്ന സമയത്ത് ഘടോ അസ്തി പടോ അസ്തി ഘടോ ഭാതി പടോ ഭാതി ഏത് വിഷയമായിട്ട് അന്വയിച്ചു കഴിഞ്ഞാലും അസ്തിത്വത്തിനെ നമ്മൾക്ക് എല്ലാ സ്ഥലത്തും ഗ്രഹിക്കാൻ പറ്റും. ഈ അസ്തിത്വം എന്നുള്ളത് അധിഷ്ഠാനത്തിന്റെ അസ്തിത്വമാണ്. നമ്മൾ ഇന്നലെയും പറഞ്ഞു, അസ്ഥിഭാതി പ്രിയം ധാമ രൂപ ഇത്യംശ പഞ്ചകം ആദ്യത്രയം ബ്രഹ്മരൂപം ജഗത് രൂപം തതോദ്വയം. ഈ ബ്രഹ്മരൂപമായിരിക്കുന്ന മൂന്നെണ്ണവും എല്ലാ വസ്തുക്കളിലും അനുസ്യൂതമായിട്ട് കാണാം. അസ്ഥിഭാതി പ്രിയം എന്നുള്ളത്. അതുകൊണ്ടാണ് ഘടോ അസ്ഥി എന്ന് പറയുന്നത്. ഘടം ഉണ്ട്. നമ്മൾ മലയാളത്തിൽ ഉണ്മ എന്ന് പറയാറുണ്ട്. ചിലരുടെ ഗ്രന്ഥത്തിൽ ഉണ്മ എന്ന് നമ്മൾക്ക് കാണുന്ന നേരം പണ്ട് ഇതെന്തായി ഉണ്മ, ഊൺ എന്നറിയാം, ഉണ്മ എന്നുള്ളത് അറിയത്തില്ലായിരുന്നു. ഉണ്മ എന്ന് പറയാൻ അസ്തിത്വം എന്നാണ് ഉദ്ദേശിച്ചത്. അസ്ഥിഭാവം, അസ്തിത്വം. അതായത് ഒരു വസ്തുവിന്റെ ഇപ്പം ഘടത്തെ എടുത്തു കഴിഞ്ഞാല് ഘടത്തെ മൃത്ത് എന്ന് പറയാൻ പറ്റുമോ? പറ്റും. അതായത് അതിന്റെ ഉപാദാനം ഏതാണോ ആ ഉപാദാനവുമായിട്ട് കാര്യത്തെ നമുക്ക് താതാത്മ്യം ചെയ്യാൻ പറ്റും. ഘട മൃത് എന്ന് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഉപാദാനം സത്താണെങ്കിൽ കാര്യത്തെ നമുക്ക് ആ ഉപാദാനമായിരിക്കും സത്തുമായിട്ട് അന്വയം ചെയ്തിട്ട് ഘടോ അസ്ഥി എന്ന് പറയാൻ പറ്റും. ഉപാദാനം അസത്തായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ? ഘടോ അസത്ത്. ഘടോ അസത്, ഘടഃ അസൻ. ഘടഃ അസൻ, അസത്താണ് ഘടം. അതെന്തുകൊണ്ടാ പറയാത്തത്? അസത്തല്ല ഉപാദാനം എന്നുള്ളത് കൊണ്ട്. മനസ്സിലായോ? എന്നപ്പോൾ ബൗദ്ധം പറഞ്ഞത് ശരിയാണ്. ബുദ്ധന്റെ ദർശനത്തിലെ അസത്കാര്യവാദികളാണ് ബൗദ്ധ ദർശനത്തിലെ മുഖ്യനായിരിക്കുന്ന മാധ്യമികൻ. അവന് ഈ ജഗത്ത് മൊത്തം എവിടെ നിന്നുണ്ടായതാ? അസത്തിൽ നിന്നുണ്ടായതാ. അസത്തിൽ നിന്നൊരു വസ്തു ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വസ്തുവായിട്ട് അന്വയിച്ചിട്ട് നമ്മൾ ശബ്ദപ്രയോഗം എങ്ങനെ നടത്തിയേനെ? അസൻഘടഃ എന്ന് പറഞ്ഞേനെ. ഓക്കെ. അസൻ ശശശൃംഗം എന്ന് പറയാൻ പറ്റുമോ? ശശശൃംഗം അസത്താണോ സത്താണോ? അസത്ത്. അങ്ങനെയാണെങ്കിൽ ശശശൃംഗത്തിന്റെ ഉപാദാനം അസത്തല്ലേ? ഇത് വലിയ തന്ത്ര സാധനം. അതായത് ഘട അസ്ഥി ഘടോ നാസ്തി എന്ന് പറയാൻ പറ്റും. പക്ഷേ ശശശൃംഗം അസ്ഥി എന്നോ ശശശൃംഗം നാസ്തി എന്നോ പറയാൻ പറ്റത്തില്ല. നിഷേധിക്കണമെങ്കിൽ പ്രതിയോഗി പ്രസിദ്ധമായിരിക്കണം. ഘടോ നാസ്തി എന്ന് നിഷേധിക്കണമെങ്കിൽ പ്രതിയോഗിയായിരിക്കുന്ന ഘടം പ്രസിദ്ധമായിരിക്കണം. ശശശൃംഗോ നാസ്തി എന്ന് പറയണമെങ്കിൽ ശശശൃംഗം ആദ്യം പ്രസിദ്ധമായിരിക്കണം. ശശശൃംഗം ശശത്തിലാണോ അല്ല ഉദരയ്ക്കാണോ ഉള്ളത്? ഒന്നിലുമില്ല. ശാശശൃംഗം. പിന്നെ എങ്ങനെയാ ശാശശൃംഗം നാസ്തി എന്ന് ശബ്ദപ്രയോഗം നടത്തുന്നത്? അന്നേരം പറയും, ഇത് ശബ്ദപ്രയോഗം സാർത്ഥകമാവണമെങ്കിൽ ശശേ ശൃംഗോ നാസ്തി എന്ന് പറയണം. ശശത്തിൽ ശൃംഗമില്ല, മുയലിന് കൊമ്പില്ല എന്നുള്ള അർത്ഥത്തിൽ ശശശൃംഗോ നാസ്തി എന്ന് പറയാൻ ശരിയാണ്. അല്ലാതെ ശാശശൃംഗം എന്നുള്ള വസ്തു ഇല്ലാത്തത് കൊണ്ട്
ശശശൃംഗ നാസ്തി എന്നോ ശശശൃംഗ അസ്ഥി എന്ന് പറഞ്ഞാലും ശബ്ദബോധം ഉണ്ടാകത്തില്ല. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ വേറെയും വകുപ്പുകളുണ്ട്. അപ്പൊ അതിന്റെ ചെറിയൊരു സാധനങ്ങൾ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മുകളിലോട്ട് പറഞ്ഞ എന്ത് മനസ്സിലാവും? ഇനിയും ഭാട്ടിക്ക് നോക്കിയോ. ഉക്തഞ്ച ന ബന്ധോസ്തി ന മോക്ഷോസ്തി ന വികൽപ്പോസ്തി തത്വതഃ നിത്യപ്രകാശ ഏവാസ്തി വിശ്വാകാരോ മഹേശ്വരഃ ഇതി. ന ബന്ധോസ്തി, ബന്ധം അവിദ്യ അസ്തമയോ മോക്ഷ സച ബന്ധ ഉദാഹൃത എന്ന് പറയും. അവിദ്യയുടെ അസ്തമയം എന്ന് പറഞ്ഞ നാശമാണ് മോക്ഷം. സച ബന്ധ ഉദാഹൃത. അപ്പൊ സ എന്നുള്ളത് കൊണ്ട് എന്തായിരിക്കും പറഞ്ഞത്? അവിദ്യ അസ്തമയോ മോക്ഷ, അവിദ്യയുടെ അസ്തമയമാണ് മോക്ഷം. സച ബന്ധ ഉദാഹൃത, അതിനെയാണ് ബന്ധം എന്ന് പറഞ്ഞത്. ഏതിനെ? അവിദ്യയെ. അവിദ്യയെ. ശരിക്കും സ എന്നുള്ളത് പുല്ലിംഗമല്ലേ, സ്ത്രീലിംഗമല്ലേ? ഇവിടെ ചില സമയത്ത് അങ്ങനെയാണ്, ബന്ധ ശബ്ദമായിട്ട് അന്വയിച്ചിട്ടാണ് സ എന്ന് പറഞ്ഞത്. ഓക്കെ, സ ബന്ധ അവിദ്യ, അവിദ്യയാണ് ബന്ധനം, ബന്ധനത്തെയാണ് ബന്ധം എന്ന് പറഞ്ഞത്. അപ്പം പറയാണ് വാസ്തവത്തിൽ ബന്ധമുണ്ടോ? ന ബന്ധോസ്തി. ബന്ധമില്ലെങ്കിൽ ബദ്ധൻ ഇരിക്കുവോ? ഇരിക്കൂല. ബന്ധനമില്ലെങ്കിൽ, അവിദ്യയില്ലെങ്കിൽ അവിദ്യ ബദ്ധനിരിക്കത്തില്ല. ബദ്ധനില്ലെങ്കിൽ മോക്ഷം ഉണ്ടാവുമോ? ബന്ധനത്തിന്റെ നിവൃത്തി ആരിലാ വരേണ്ടത്? മുക്തനിലാവണം വരേണ്ടത്. ബന്ധമേ ഇല്ലെങ്കിൽ മുക്തനും ഇല്ല. മുക്തനില്ലാത്തത് കൊണ്ട് അവനൊരു മോക്ഷവും സംഭവിക്കത്തില്ല. ന മോക്ഷോസ്തി. ഇത് എവിടെയാ പറയുന്നത്? വാസ്തവത്തിൽ ബന്ധനവുമില്ല, വാസ്തവത്തിൽ ബന്ധനത്തിന് നിവൃത്തിയായിരിക്കുന്ന മോക്ഷവും ഇല്ല. ന വികൽപ്പോസ്തി, നിങ്ങൾ ഈ കാണുന്ന വികല്പമായിരിക്കുന്ന ജഗത്തും വാസ്തവത്തിലില്ല. തത്വതഃ ന എന്ന് അന്വയിക്കണം എല്ലാ സ്ഥലത്തും. തത്വതോ നാസ്തി, വാസ്തവത്തിലില്ല. പിന്നെ വാസ്തവത്തിൽ എന്താ ഉള്ളത്? നിത്യപ്രകാശ ഏവാസ്തി, നിത്യമായിരിക്കുന്ന പ്രകാശം മാത്രമേ ഉള്ളൂ. ഈ ഏവ അസ്ഥി എന്നുള്ള പദത്തെ നമുക്കൊന്ന് മാറ്റാൻ പറ്റുമോ? നിത്യപ്രകാശ ഏവാസ്തിക്ക് പകരം എന്ത് കൊടുക്കാൻ പറ്റും? അസ്മി എന്നല്ലേ പറയേണ്ടത് കുട്ടികളെ? ഇവിടെ പറയുന്നത് ഞാനായിരിക്കുന്ന പരമാത്മാവാണ് ജഗത്ത് മൊത്തം എന്നല്ലേ? നിത്യപ്രകാശ ഏവാസ്തിക്ക് പകരം നിത്യപ്രകാശ ഏവാസ്മി, ഞാനായിരിക്കുന്ന നിത്യപ്രകാശം മാത്രമാണ് ഇതെല്ലാം. വിശ്വാകാരോ മഹേശ്വര, വിശ്വാകാരനായിരിക്കുന്ന മഹേശ്വരൻ. മഹാൻസൗ ഈശ്വരസ്ഥേതി മഹേശ്വര, ആരാ? വിശ്വാകാരമാണ്. വിശ്വം എന്താണ്? നാമരൂപം. നാമരൂപത്തിന്റെ ആകാരം ആരുടേതാ? മഹേശ്വരൻ്റെത്. ആ മഹേശ്വരനാണ് എന്ത് വിളിച്ചത് ഇപ്പോൾ? വിശ്വാകാര. ആ വിശ്വാകാരനായിരിക്കുന്ന മഹേശ്വരൻ ആരാ? നമ്മൾ തന്നെ. ഞാൻ തന്നെ. ഞാൻ തന്നെ. അഹമസ്മി. യസ്യ ഔപദേശിക ജ്ഞാനമാത്രേണ അനൃതദൃഷ്ടിർ ന തിരസ്ക്രിയത്തെ തസ്യ വിചാരാദി പ്രയത്നേന തത്വപ്രകാശേ സതി അനൃതദൃഷ്ടി തിരസ്ക്രിയേത ഇത്യഭിപ്രേത്യ ദൃഷ്ടാന്തമാഹ. യസ്യ ആർക്കാണ്, ആരുടേതാണോ ഉപദേശജന്യ ജ്ഞാനത്തെയാണ് ഔപദേശിക ജ്ഞാനം എന്ന് പറഞ്ഞത്. ഉപദേശസ്യ ഇതം ഔപദേശികം ജ്ഞാനം. ടീക്കേ, യസ്യ ആർക്കാണോ ഔപദേശിക ജ്ഞാനം കൊണ്ട് മാത്രം എന്ന് പറഞ്ഞ ഉപദേശജന്യ ജ്ഞാനം കൊണ്ട് മാത്രം അനൃത ദൃഷ്ടിർ അനൃതാച അസൗ ദൃഷ്ടിച്ചേതി അനൃത ദൃഷ്ടിർ മിഥ്യാദൃഷ്ടി. ഏതാണ് മിഥ്യാദൃഷ്ടി? ജഗത്തിനെ സത്യമെന്ന് നമ്മളൊക്കെ കരുതുന്നില്ലേ? ഈ ദൃഷ്ടി യസ്യ ന തിരസ്ക്രിയത്തെ, ആർക്കാണോ നഷ്ടപ്പെടാത്തത്. ഇതിന്റെ അർത്ഥം എന്താ? ആർക്കാണോ ബ്രഹ്മോപദേശം കൊടുത്തിട്ടും കേവല ശ്രവണജന്യ ജ്ഞാനം കൊണ്ട് മാത്രം അജ്ഞാനവും അജ്ഞാന കാര്യവും നഷ്ടപ്പെടാതെ പോയത്, ആർക്ക്? നമ്മൾക്കൊക്കെ തന്നെയാണ്. ഇത് കുറച്ച് അധികമായി, ടിപ്പണിയും കുറച്ച് അധികമാണ്. പക്ഷെ നിങ്ങൾ കേരളത്തിൽ പറയും ആർക്കും അങ്ങനെ ഒരൊറ്റ ടപ്പണം പറഞ്ഞിട്ട് ഉപദേശം കൊടുക്കുമ്പോഴേക്കും ഞാനൊന്നും വരുന്നില്ല. ചെറിയൊരു വിചാരം അവരും ചെയ്യുന്നുണ്ട്. എന്തിനു ഇത്രയും പോണം? നിങ്ങളുടെ വിരാട് ജനിക്കുന്ന സമയത്തെ, വിരാട് ജനിച്ച സമയത്ത് അങ്ങനെ കരയും, ഭാണകരോ അങ്ങനെ കടന്ന് കരയും. പിന്നെയാണ് മനസ്സിലായത് എടാ ഞാൻ ഉള്ളൂ, എന്നിൽ നിന്ന് ഭിന്നമായിട്ടൊന്നുമില്ല. അങ്ങനെ പരമാത്മ ബോധം ഉണ്ടാവും. പക്ഷെ അപ്പോഴും അങ്ങനെ ഒന്ന് നിലവിളിച്ചില്ലേ? ടീക്ക്, വിരാട് കുഞ്ഞ് നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇന്നും കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആദ്യം കിടന്ന് നിലവിളിക്കുന്നത് പറയുന്നുണ്ട്. ടീക്ക്, എന്ത് ചെയ്യാനാ?
അച്ഛൻ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട് മക്കളായിരിക്കും നമ്മളിപ്പോ എന്ത് ചെയ്യാന് നെഞ്ചത്തടി നിലവിളി അന്ന് തുടങ്ങിയത്. അങ്ങേര് കരഞ്ഞില്ലായിരുന്നുവെങ്കിൽ പിള്ളേരൊന്നും കരയത്തില്ലായിരുന്നു. ഇതൊക്കെ ഉപനിഷത്തിൽ കാണാം നമുക്ക്. അങ്ങനെ കഥാരൂപത്തിൽ കൊണ്ടുപോയ ഉപനിഷത്തുകളൊക്കെ ഉണ്ട്. അന്നപ്പോൾ ഉപദേശം കൊടുത്ത് ഉപദേശത്തിൽ തന്നെ എന്തൊക്കെ വരുന്നുണ്ട്? വിചാരം വരുന്നുണ്ട്. വിചാരത്തിന്റെ അർത്ഥം എന്താ? വിചാരം എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം പറഞ്ഞേ. ശ്രവണ മനന നിധ്യാസനം. ശ്രവണ മനന നിധിധ്യാസനം ചേർത്തുള്ള ഒറ്റ പേരാണ് ഉപാസനം, അല്ലേ? വിചാരം. ആ, അന്നപ്പോൾ പറയാണ് ഇങ്ങനെ അനൃത ദൃഷ്ടി ആർക്കാണോ ഉപദേശം കൊണ്ട് പെട്ടെന്നങ്ങ് നഷ്ടപ്പെടാത്തത്, തസ്യ വിചാരാദി പ്രയത്നേന. അപ്പൊ ഉപദേശം കൊണ്ടങ്ങ് നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പങ്ക്തി വേറെയാണ്, കേരളത്തിലെ പങ്ക്തി വേറെ പോകുന്നുണ്ട്. നമുക്കിത് ഇവിടത്തെ വെച്ച് അന്വയിക്കാം. അതായത് ഉപദേശം കൊടുത്തു, ജ്ഞാനം കിട്ടി, ബസ്. എന്താണ് ഇതിലെ മുഖ്യ അധികാരികളെ കുറിച്ച് നമ്മൾ മറ്റു സ്ഥലത്ത് കേൾക്കാം. സമാധി വരെ, അതായത് യോഗാഭ്യാസത്തിലൂടെ അസംപ്രജ്ഞാ സമാധി എത്തിയവനോ അല്ലെങ്കിൽ ദേവതാ സാക്ഷാത്കാരം നടത്തിയവനോ എന്നൊക്കെ ചിലർ വലിയവായി പറയാറുണ്ട്. പക്ഷെ അങ്ങനത്തെ ഇതൊന്നും മുഖ്യമായിട്ട് എവിടെയും കണ്ടിട്ടൊന്നുമില്ല. ടീക്കെ, ചിലർ ക്ലാസ്സിൽ ഇക്കാര്യം അവതരിപ്പിക്കാറുണ്ട്. നമ്മൾ വാഴ്ത്താര് പോലെ അത് പറയുന്നത് മാത്രം. ഇവിടെ പൂർവജന്മകൃതമായിരിക്കുന്ന പുണ്യം കൂടുതലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാവുക. അതില്ലാതെ പോകുമ്പോഴാണ് അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടിയിട്ട് കർമ്മം ആവശ്യപ്പെടുന്നത്. ഇനി ആ രീതിയിൽ കർമ്മം ഉണ്ടെങ്കിൽ അന്ധക്കരണ ശുദ്ധമാണ്. അവിടെ പോലും കേട്ട മാത്രയിൽ അജ്ഞാന നിവർത്തകനായിരിക്കുന്ന ജ്ഞാനോത്പന്നമാണ് നിർബന്ധമില്ല. കർമ്മം ആവശ്യപ്പെടുന്നത് എന്ത് കർമ്മമാണ് ആവശ്യപ്പെടുന്നത് സ്വാമി? അതായത് പൂർവജന്മത്തിൽ ചെയ്തിരിക്കുന്ന സത്കർമ്മത്തിന്റെ ഫലമാണ്. അതായത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുകയും അതിന്റെ ഫലം തനിക്ക് വേണ്ട എന്ന് ഇച്ഛിക്കുകയും രണ്ടെണ്ണം ഉണ്ട്. ടീക്കെ, കർമ്മഫലത്തെ ത്യജിച്ചിട്ട് കർത്തൃത്വ ബുദ്ധി ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് കർമ്മയോഗം. ആ കർമ്മയോഗത്തിന്റെ ഫലമാണ് അന്ധകരണത്തിന്റെ ശുദ്ധി. അവിടെ ഉപാസനയും ഗ്രഹിക്കപ്പെടും. അപ്പോൾ കർമ്മ ഉപാസന, അതായത് എല്ലാ കർമ്മങ്ങളും പെടുത്തിൽ എന്നുള്ളതാണ്. എത്ര വിധ കർമ്മമുണ്ട്? മുഖ്യമായിട്ട് 3 എണ്ണം പറയും. ഏതൊക്കെ? ഇഷ്ടപൂർത്ത ദത്തകർമ്മങ്ങൾ, പിന്നെ പ്രായശ്ചിത്താദികളൊക്കെ ചെയ്യാം. പിന്നെ ഈ ശ്രുതികൾ വരുന്നുണ്ട്, പുണ്യേന പാപം അപനുദതി. പുണ്യത്താൽ പാപത്തിന്റെ നാശം നടക്കുന്നുണ്ട്. അത് ഈ ജന്മത്തിൽ പോലും നാശം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ടീക്കെ, പുണ്യസ്യ ഫലമിച്ഛന്തി പുണ്യന്നേച്ഛന്തി മാനവഃ പാപസ്യ ഫലം ന പാപഫലമിച്ഛന്തി പാപം കുറുവന്തി നിത്യശഃ. അത് കേട്ടിട്ടുണ്ടോ? പുണ്യത്തിന്റെ ഫലമായിരിക്കും സുഖം കിട്ടാൻ ഇച്ഛയുണ്ട്, പക്ഷെ പുണ്യം ചെയ്യത്തില്ല. കറക്റ്റ് ടൈമിന് അന്നദാന സ്ഥലത്ത് എത്താനുള്ള സാമർഥ്യമുണ്ട്, പക്ഷെ അന്നദാനത്തിന് ഒരു അന്നം ദാനം ചെയ്യാൻ സാമർഥ്യമില്ല, ചെയ്യത്തില്ല. ടീക്കെ, ആശ്രമത്തിൽ കയറി ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് പണി? ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാനല്ലേ വിവേകാനന്ദൻ പറഞ്ഞെന്നുള്ളത്. വിവേകാനന്ദൻ പറഞ്ഞത് ഏതായാലും ഉപനിഷത്തിലില്ല. ടീക്കെ, സന്യാസ ശ്രവണം കൂടിയാന്നാണ് വിധി. അപ്പോൾ വിചാരാദി പ്രയത്നേന തത്വപ്രകാശ സതി, വിചാരാദികളിൽ പ്രയത്നം നടത്തിയാൽ, അപ്പോൾ അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമായിട്ട് അന്ധക്കരണം ശുദ്ധമാണെങ്കിൽ ജ്ഞാനോത്പന്നമാകും. അപ്പൊ ജ്ഞാനോത്പന്നമായിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എത്രമാത്രം ശുദ്ധി ജ്ഞാനത്തിന് വേണ്ടിയിരുന്നു അത്ര ഇല്ലാതിരുന്നു അന്ധക്കരണത്തിന് അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ക്രമം പറയുന്ന സമയത്ത് ആദ്യം കർമ്മം, അപേക്ഷാദി അജ്ഞാതി ശ്രുതി രശ്യവത് എന്നുള്ള സൂത്രമാണ് ഇതിന് പ്രമാണമായിട്ടുള്ളത്. സകല ആശ്രമകർമ്മങ്ങളുടെ അപേക്ഷയുണ്ട് അന്ധക്കരണ ശുദ്ധിക്കായിട്ട്. ജ്ഞാനത്തിന്റെ ജനകനാണ് കർമ്മ ഉപാസന എല്ലാം തന്നെ. പക്ഷേ അത് ഈ കർമ്മമാണ് ജ്ഞാനം ജനിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ആണ്, ശരിയാണ്. പക്ഷെ പ്രമാണമില്ലെങ്കിൽ ജ്ഞാനം ജനിക്കത്തില്ല. അന്നപ്പോൾ അന്ധക്കരണം ശുദ്ധമായതിന് പ്രമാണം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രമാണത്തിൽ ജ്ഞാനോത്പന്നമാകും. അതുകൊണ്ട് തന്നെ അങ്ങനെ ആർക്കെങ്കിലും ജ്ഞാനോത്പന്നമായിട്ടുണ്ടെങ്കിൽ അവന്റെ അന്ധക്കരണം ശുദ്ധമായിരുന്നു അർത്ഥം. എന്ന് കരുതിയിട്ട് അവന് ഒരു മോശം പ്രാരബ്ധവും ഇല്ല എന്ന് പറയരുത്. ടീക്കെ, അതായത് മോശം പ്രാരബ്ധം ഉള്ളത് കൊണ്ടായിരിക്കത്തില്ലേ രോഗങ്ങൾ വന്നു കയറുന്നത്? അത് സാമാന്യമായിട്ട് വന്നു കയറും എന്ന് പറഞ്ഞാല്, അതായത് ധനം സമ്പാദിക്കാനുള്ള പുണ്യം ഉണ്ടെങ്കിൽ ധനം സമ്പന്നമാവും. അതേ പുണ്യം അനുഭവിക്കുന്ന ജീവന് രോഗശൈലിയിൽ കിടക്കാനുള്ള പാപം ഉണ്ടെങ്കിലോ അതും കൂടെ വരും. ഇതേപോലെ തന്നെയാണ് ദരിദ്രനാവാനോ ധനികനാവാനോ പ്രാരബ്ധം ഉണ്ടെങ്കിലും ആ ജന്മത്തിൽ തന്നെ അവന് ജ്ഞാനിയാവാൻ പ്രാരബ്ധം ഉണ്ടെങ്കിൽ ജ്ഞാനിയായിരിക്കും. അല്ല, അധിഷ്ഠിതമായിട്ടാണോ ജ്ഞാനം? അതെ. അതെന്തുകൊണ്ട്? അപ്പൊ മനസ്സിലായോ? പൂർവ്വം എത്രയോ പടി ചെയ്ത് റിഫൈൻ ചെയ്ത് വരുന്ന ജീവൻ മാത്രമേ ജ്ഞാനിയാവത്തുള്ളൂ. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. അനവധി ജന്മങ്ങൾ കയറിയിട്ടാണ് ഒരുത്തൻ ജ്ഞാനം കിട്ടിയിട്ട് എന്നെ പ്രാപിക്കുന്നത്.
അപ്പൊ ജ്ഞാനം കിട്ടണമെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കറക്റ്റ് ആയിരിക്കണം. അതെന്തുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വരുന്നത്? നമ്മളിൽ ഇറങ്ങുന്ന വഴിയിൽ നമ്മൾ തന്നെയല്ലേ പ്രയത്നിക്കേണ്ടത്. നമ്മൾക്ക് വേണ്ടി മറ്റാരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ നമുക്ക് വിശപ്പടങ്ങുമോ? ഇല്ലല്ലോ. നമ്മളെ അജ്ഞാനം നഷ്ടപ്പെടുന്നതിന് നമുക്ക് തന്നെയല്ലേ ജ്ഞാനം വേണ്ടത്? അതെ. ജ്ഞാനത്തിന്റെ ഉപകരണങ്ങളായിരിക്കുന്ന ശ്രവണ മനന നിധിധ്യാസനം ആരാ ചെയ്യേണ്ടത്? നമ്മൾ തന്നെയല്ലേ ചെയ്യേണ്ടത്. അവിടെ പറഞ്ഞ സാധനം പഠിക്കാതെ ശ്രവണം സമ്പൂർണ്ണമാകുമോ? ഇല്ലല്ലോ. ഇപ്പൊ പറഞ്ഞല്ലോ ഈ പൂർവ്വജന്മത്തെ മറ്റേ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഈ ശ്രവണ മനന ഈ ബുദ്ധി നിത്യാസം ചെയ്യണമെങ്കിൽ പൂർവ്വജന്മത്തിന്റെ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അതില്ലെങ്കിൽ അതും കൂടി തോന്നില്ലെങ്കിൽ ഈ ജന്മത്തിൽ എങ്ങനെ സാധ്യമാവും? നടക്കൂല. നടക്കൂല. അതായത് ഞാനിപ്പോ ഇരുന്ന് ചിന്തിക്കുകയാണ്, എനിക്ക് ഈ ജന്മം തന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ആവണം. നടക്കുമോ? അപ്പം ആർക്കൊന്നും ചെയ്യാൻ അപ്പൊ പറ്റത്തില്ല. അത് ഈ ജന്മത്തിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത് തെറ്റായിട്ടല്ലേ വന്നത്. നിങ്ങൾ തന്നെയല്ലേ ഈ കഴിഞ്ഞ ജന്മം ഉണ്ടായിരുന്നത്. നിങ്ങളെന്ന് ഉദ്ദേശിച്ച് ഞാൻ പേഴ്സണൽ അല്ല കേട്ടോ. മനസ്സിലായി. ഞാൻ തന്നെയല്ലേ കഴിഞ്ഞ ജന്മവും ഈ ജന്മത്തിൽ ഒരേ ജീവനായിട്ടിരുന്നത്. എന്റെ തെറ്റുകളല്ലേ എനിക്ക് മോശം പ്രാരബ്ധമായിട്ട് ജ്ഞാനത്തിന് വിഘാതനായിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അത് മനസ്സിലായി. അപ്പൊ ഈ ജന്മത്തിൽ വന്നിട്ട് അത് തീർക്കാൻ എന്താ വഴി? നല്ല കർമ്മം ചെയ്യുക. ഞാൻ മിക്കവാറും ഇതിന് ഗൃഹസ്ഥരോട് പ്രത്യേകിച്ച് പറയും, കിട്ടുന്ന സമയത്ത് പുണ്യം സമ്പാദിച്ചോ. പുണ്യം സമ്പാദിച്ചോ എന്ന് സ്വാമിജി പറഞ്ഞു. പുണ്യം സമ്പാദിക്കാൻ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ആദ്യം പറഞ്ഞുതരൂ. പുണ്യം സമ്പാദിക്കുക എന്ന് പറഞ്ഞാലേ, അതായത് നമ്മുടെ വ്യാസന്റെ ഒരു വചനമുണ്ട്, അഷ്ടാദശ പുരാണേഷു വ്യാസസ്യ വചനദ്വയം. 2 വചനമേ ഉള്ളൂ മൊത്തം പുരാണങ്ങളിൽ. പരോപകാര പുണ്യായ പാപായ പരപീഡനം. അത് ബേസിക്. പിന്നെ നിങ്ങൾക്ക് എത്ര കർമ്മമുണ്ട്? ഇഷ്ട പൂർത്ത ദത്ത കർമ്മങ്ങളില്ലേ? എന്താണ് ഇഷ്ടകർമ്മം? അറിയത്തില്ല. അഗ്നിഹോത്രം തപസ്സത്യം വേദാനാഞ്ചാനുപാലനം ആദിത്യം വൈശ്വദേവശ്ച ഇഷ്ടമിത്യഭിധീയതേ വാപി കൂപതടാകാദി ദേവതായതനാനി ച അന്നപ്രധാനമാരാമസ് പൂർത്തമിത്യഭിധീയതേ ശരണാഗത സന്ത്രാണം ഭൂതാനാഞ്ചപ്യഹിംസനം ബഹിർവേദി ജയദ്ദാനം ദത്തമിത്യഭിധീയതേ. ഇങ്ങനെ ഇഷ്ടപൂർത്ത ദത്ത കർമ്മങ്ങളെ വിഭാഗം ചെയ്തിട്ടുണ്ട്. ഓക്കെ. എന്നപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് തൈത്തരീയത്തിലെ നിങ്ങളുടെ ആരുടെടുത്താണോ പ്രശ്നോപനിഷത്തുള്ളത്, കൈലാസത്തിന്റെ പ്രശ്നോപനിഷത്തിന്റെ 11ാമത്തെ പേജിൽ ടിപ്പണിയിൽ നോക്കിയാൽ അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വിചാരാദി പ്രയത്നേന തത്വപ്രകാശ സതി. വിചാര ആദികളിലൂടെ അതിന് ടിപ്പണി വായിക്കണം. വിചാരം അല്ലെങ്കിൽ വിചാരം ചെയ്യണമെങ്കിൽ ബുദ്ധി സാമർത്ഥ്യം നന്നായിട്ട് വേണം. അതില്ലെങ്കിൽ അനുസന്ധാനങ്ങളിൽ ചെയ്യുക. ഞാനാണ് പരമാത്മാ. ഓക്കെ. അത്യന്ത ബുദ്ധിമാന്ദ്യാത് വാ സാമഗ്ര്യാ വാപ്യ സംഭവാത് യോ വിചാരണ്ണ ലഭതേ ബ്രഹ്മോപാസീത സോനിശം എന്ന് പഞ്ചദശി പറയും. അത്യന്ത ബുദ്ധിമാന്ദ്യാത്, ബുദ്ധി മന്ദമാണ്. അഥവാ ബുദ്ധി ഉണ്ടായിട്ടും സാമഗ്രിയുടെ അഭാവം കൊണ്ട്. സാമഗ്രി എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാൻ ആചാരം വേണം. ആചാരം ഉണ്ടെങ്കിലോ ആചാരം ഉള്ള സ്ഥലത്ത് നിൽക്കാൻ പറ്റണം. അന്നം വേണം. എന്തൊക്കെ വേണം? ഇതൊന്നും കിട്ടാതെ പോകുമ്പോൾ സാമഗ്ര്യാഭ്യപ്യ സംഭവാതെ യോ വിചാരണ ലഭത്തെ. ആരാണോ വിചാരം നേടാൻ പറ്റാതെ പോകുന്നത്, ആർക്കാണോ, അവൻ എന്ത് ചെയ്യുക? ബ്രഹ്മോപാസിത സ്വദേശം. അവൻ നിരന്തരമായിട്ട് ഞാനാണ് പരമാത്മാവ് എന്നുള്ള ഉപാസനയിലെങ്കിൽ നീക്കി. ഇതാണ് ആദിപദം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇങ്ങനെ പ്രയത്നം നടത്തി കഴിഞ്ഞാൽ എവിടെയെത്തും? തത്വപ്രകാശം. അതായത് വിചാരത്തിൽ പ്രയത്നം നടത്തിയ തത്വപ്രകാശത്തിലെത്തും. അനുസന്ധാനത്തിൽ പ്രയത്നിച്ചവൻ വിചാരം വഴി ബ്രഹ്മപ്രകാശത്തിൽ എത്തിച്ചേരും. ഇങ്ങനെയാണ് പോവുക. അനൃത ദൃഷ്ടി തിരസ്ക്രിയേത. അനൃത ദൃഷ്ടി എന്ന് പറയുന്ന ജഗത്തിലെ അഹംബുദ്ധി മമബുദ്ധി നഷ്ടപ്പെട്ടു കിട്ടും. ഈ മിഥ്യാബുദ്ധി നഷ്ടപ്പെട്ടു കിട്ടും. ഇത്യഭിപ്രേത്യ എന്ന് അഭിപ്രായപ്പെട്ടും കൊണ്ട് ദൃഷ്ടാന്തമാഹ. ഇനി ദൃഷ്ടാന്തം കാണാം. നിങ്ങൾ ദൃഷ്ടാന്തവും ദാഷ്ടാന്തിയും ഒക്കെ കാണിക്കാം. ഭാഷ്യത്തില് നാളെ നോക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.